ഹലോ, ഇന്നൊരു ഇടിച്ചക്കയും മുതരയും കൂടിയുള്ള ഒരു ഉപ്പേരിയൊക്കെ കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കണ ഇതാണ്. ഒരു കഷ്ണം ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് വേവിക്കുക. എന്നിട്ട് അതുകൊണ്ട് നല്ലോണം കൂടെ വേവോളം ഇതാവുമ്പോൾ പിന്നെ നമുക്ക് മുതിര വറുത്ത് അത് അരിച്ച് മുതിര ഒരുവിധം നല്ലോണം കൊണ്ട് വറക്കണം. എന്നിട്ട് അത് അരിച്ച് കല്ലൊക്കെ കളഞ്ഞ് ചെറിയൊരു കുക്കറിലിട്ടുകൊണ്ട് അതൊന്ന് വേവിച്ചെടുക്കുക. രണ്ടും വേറെ വേറെ വേവിച്ചെടുത്തിട്ട് പിന്നെ വേവിച്ച് വെച്ച ചക്ക ഉണ്ടല്ലോ, ഇടിച്ചക്ക, അത് നല്ലോണം വെന്ത ഈ പരുവത്തിലാവുമ്പോൾ നമ്മളെ ഇടിക്കണ മുളകും ഒക്കെ ചമ്മന്തി ഇടിക്കണ ചെറിയ കല്ലെടുത്ത്, ചെറിയ ഉരലും കല്ലൊക്കെ ഇല്ലേ, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അധികം. ആ മുട്ടണ കല്ലെടുത്തിട്ട് ആ ഇടിച്ചക്ക ആ പാത്രത്തിൽ തന്നെ, നല്ല കട്ടിയുള്ള പാത്രത്തിൽ വെച്ച ആ പാത്രത്തിൽ തന്നെ ഇട്ട് നമുക്ക് അതുകൊണ്ട് പൊടിച്ചെടുക്കാം. കുക്കറിലായാലും വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലോണം ഇതുപോലെ അങ്ങോട്ട് കുത്തി പൊടിച്ചെടുത്താൽ നല്ല ഇതാവും കേട്ടോ. പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, എന്നാലുള്ള അതിൻ്റെ ഒരു കളർ കിട്ടും. അല്ലെങ്കിൽ ഒരു വെള്ള നിറമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു കാണാനും ഒരു ഇതില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് നല്ലോണം കുത്തിപ്പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു ചട്ടി, ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് അരിയും കൂടി കൂട്ടികൾ വറുത്ത് നല്ലൊരു മുതിര ഇടിച്ചക്ക തോരൻ ആയി കിട്ടും. നല്ല രസമുള്ളൊരു ഉപ്പേരി കേട്ടോ. അത് എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അതിന് പ്രയാസമൊന്നുമില്ല. നല്ല ഇതിലായി കിട്ടും. നല്ല രുചിയാട്ടോ. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുറച്ച് അരിയും വേണം, കടുക്, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ആയാലും മതി, ഏതരിയായാലും മതി. അപ്പോൾ അത് കൂടിയാണ് കടുകിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ട് വറവാകുമ്പോൾ നമുക്ക് വറ്റൽമുളകും കരിവേപ്പിലെല്ലാം കൂടിയാണ് ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ഉപ്പേരിയായി കിട്ടും. പിന്നെ ആ മുതിര ഇടിച്ചക്ക ഒക്കെ ഒന്ന് യോജിപ്പിച്ച് ആ വറവ് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അടിപൊളി ഒരു ഉപ്പേരിയാവും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇടിച്ചക്ക തോരൻ നല്ലതാക്കി. തേങ്ങയും ഇതൊന്നും വേണ്ട. ചിലർക്ക് തേങ്ങയൊക്കെ ഇട്ടതാവും ഇഷ്ടം. പക്ഷേ അധികം ഞാൻ തേങ്ങയൊന്നും ഇടാതെ ഇടിച്ചക്ക വയ്ക്കുക. എന്നാലും അതിൻ്റെ ഒരു രുചി നല്ലൊരു രുചിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇത്ര മാത്രം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ബൈ.